അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായതത്വം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നിന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ജിന്നുകൾ രോഗമുണ്ടാക്കും എന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെങ്കിൽ, അത് അപ്പുറത്തുള്ളതാണെങ്കിൽ അതിൽ സിഫത്തിൽ പങ്കുചേർക്കൽ ഉണ്ടാകും, അത് ശിർക്കുമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശദീകരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്, മലക്കുണ്ട്, ജിന്നുണ്ട്. മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണോ അതവർ നിർവഹിക്കും. ജിന്നുകളുടെ പ്രകൃതി അനുസരിച്ച് എന്ത് ചെയ്യാനാണോ അള്ളാഹു അവർക്ക് കഴിവ് നൽകിയത് അതവർ ചെയ്യും. കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ അധീനമാണോ ഉള്ളിലാണോ പുറത്താണോ എന്നൊന്നുള്ള ചർച്ചയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായതത്വം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്, മലക്കുണ്ട്, ജിന്നുണ്ട്. മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണോ അതവർ നിർവഹിക്കും. ജിന്നുകളുടെ പ്രകൃതി അനുസരിച്ച് എന്ത് ചെയ്യാനാണോ അള്ളാഹു അവർക്ക് കഴിവ് നൽകിയത് അതവർ ചെയ്യും. കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ അധീനമാണോ ഉള്ളിലാണോ പുറത്താണോ എന്നൊന്നുള്ള ചർച്ചയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാച്ചി ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാത്തിക്കണം എന്തിനാ?